അരുണേ, നിന്നെ 2-3 തവണ ഞാൻ ട്രൈ ചെയ്യുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തെ? സാറേ ഞാൻ കുളിക്കാനും സാർ, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ ഞാൻ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം നിനക്കറിയില്ലേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? 1 ഇയറായി മൊണോഡ റിസോർട്ട് തുടങ്ങിയിട്ട്. ഈ ജോലി എന്ത് കഷ്ടപ്പെട്ടാണ് നിനക്ക് മേടിച്ചു തന്നതെന്ന് അറിയാലോ. നിൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ മനസ്സിലാക്കി ജോലി തന്നത് നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാണ്. മാർക്കറ്റിംഗ് സൈഡ് വളരെ വീക്കാണ്. 6 മാസമായി ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണിക്കാൻ പറ്റിയിട്ടില്ല. അരുൺ, താൻ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ ഞാൻ ശ്രമിക്കുന്നുണ്ട് സാർ. അരുൺ, നീ എന്ത് ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? MDയിൽ നിന്ന് എനിക്ക് നല്ല പ്രഷറുണ്ട്. നിന്നേക്കാൾ കഴിവുള്ള ആൾക്കാർ പുറത്തിരിപ്പുണ്ട്. എൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിലനിന്ന് പോകുന്നത്. സാർ, ഇത് എന്നെയും കൂടി ബാധിക്കുന്നൊരു കേസായി മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് നിൻ്റെ സെയിൽസിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നീ മറ്റന്നാൾ മുതൽ വരണമെന്നില്ല. കേട്ടല്ലോ? നിൻ്റെ ഫൈനൽ ദിവസമാണ് നാളെ. നീ ടാർഗറ്റ് ഒപ്പിച്ചേ പറ്റൂ. ഞാൻ നാളെ രാവിലെ വിളിക്കും. ഓക്കെ സാർ. എന്തൊക്കെ പറഞ്ഞാലും സാർ ഒരാൾ കാരണമാണ് കമ്പനിയിൽ ഈ കണ്ട കാലം അത്രയും ഞാൻ പിടിച്ചു നിന്നത്. ഞാൻ കാരണം സാറിന് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഹലോ സാർ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും നടക്കുമോ സാർ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഹലോ സാർ, ഞാൻ നമ്മുടെ ബുക്കിങ്ങിൻ്റെ കാര്യം എന്തായി സാർ, നടക്കുമോ? എന്തെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? എങ്ങനെയെങ്കിലും ഒന്ന്. ഓക്കെ സാർ. ഹലോ സാർ, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിട്ടില്ല സാറേ. നടക്കുമോ സാർ? സാർ പ്ലീസ് സാർ, എങ്ങനെയെങ്കിലും ഇനി ഞാൻ പറയില്ല സാർ. പ്ലീസ് സാർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ സാർ. ഹലോ സാർ, ഞാൻ അരുണാണ് സാർ. ഈ ആഴ്ച കുറച്ച് ടാർഗറ്റ് സാർ. പ്ലീസ് സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സാർ. സാർ, ഞാൻ അരുണാണ് സാർ. ഞാനെന്ന് പറഞ്ഞ കാര്യം എന്തായി സാർ? നടക്കുമോ നമ്മുടെ ബുക്കിങ്ങിൻ്റെ കാര്യം? എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. എനിക്ക് ഈ മാസം ടാർഗറ്റ് ഉണ്ട് സാർ, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകും സാർ. എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യും സാർ, പ്ലീസ് സാർ. ഓക്കെ സാർ, ഒന്നുമില്ല സാർ. ആരും ഓട്ടോ ഒന്നും വിളിച്ചില്ലേ? എത്ര നേരം ഇങ്ങനെ കിടക്കുന്നു? ഹലോ ചേട്ടാ, ഒന്ന് ചെന്നലോട് വരാവോ? ഒരു സീരിയസ് കേസാ, പെട്ടെന്ന് വരണം. ഒരാൾ ആക്സിഡൻ്റ് ആയി. വേഗം വരണേ ചേട്ടാ, വേഗം വാ. സൈഡ് തട്ടാൻ നോക്കണേ.
എന്ത് പറ്റിയതാ? എന്തോ ആക്സിഡൻ്റ് ആയതാ. എമർജൻസി ആയിട്ട് ബ്ലഡ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഹലോ, ഇപ്പം വന്ന പേഷ്യൻ്റ് ആക്സിഡൻ്റ് ആയി വന്നത് ആരാ കൂടെയുള്ളത്? ഞാനാണ്. എന്ത് പറ്റിയതാ? അവർ വഴിയിൽ ആക്സിഡൻ്റായിട്ട് കിടക്കുമായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇവിടെ എത്തിച്ചത്. എന്ത് തന്നെയായാലും നിങ്ങളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അവരുടെ ബന്ധുമിത്രാദികളോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് തരണം. ഇതിപ്പോൾ നിങ്ങളാണോ ഇടിച്ചിട്ടിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് അഡ്രസ്സും ഇവിടെ നിന്ന് എഴുതി തരണം. അപ്പം ഫോൺ നമ്പറും കൂടി ഒന്ന് എഴുതിക്കോ. ഓക്കെ സിസ്റ്റർ. ഡോ, പേഷ്യൻ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഉടനെ ഒരു 10,000 ഇവിടെ അടയ്ക്കണം. ഹലോ, അളിയ നീ എവിടെയാടാ? കാശിലുണ്ടോ? അർജൻറ്റായിരുന്നു. മറ്റന്നാൾ തിരിച്ചു തരാം. ഓക്കെ, ഉണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് അയക്കോ. ഗൂഗിൾ പേ ചെയ്താൽ മതി. അളിയ എൻ്റെ ഇല്ലെന്നേ, ഞാൻ ഉള്ള കാര്യം പറയുന്നതിനാ. ഓ, അതും പോയി. ഞാൻ നോക്കാം അളിയ. പിന്നെ 10,000 രൂപ ഇവിടെ ബാക്കിയുള്ളവൻ 10 പൈസ അല്ലാതിരിക്കുമ്പോഴാണ്. ഹലോ, ബ്രാഞ്ചേട്ടൻ എവിടെയാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്തായാലും പറയടാ. കാശുണ്ടാവുമോ? എടാ, കയ്യിലൊന്നും ഇല്ലടാ. നോക്കട്ടടാ, ഞാൻ പരമാവധി ശ്രമിക്കാം. ഉറപ്പിക്കരുത്, ഞാൻ വിളിച്ചോളാം. ശരി, ആയിക്കോട്ടെ. ഹലോ. ആ ചേട്ടാ, ഞാൻ അരുണാ. ആ പറയടാ. ചേട്ടാ, ഞാൻ ഫോക്കസ് ഹോസ്പിറ്റലിൽ നിൽക്കുവാണേ. ഒരു ചെറിയ ആക്സിഡൻറ്റ് കേസ്. അപ്പോൾ കുറച്ച് പൈസ വേണമായിരുന്നു. എടാ, അക്കൗണ്ടിൽ തീരെ പൈസ ഇല്ലടാ. ചേട്ടാ, അങ്ങനെ പറയല്ലേ. ആകെ പെട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. നോക്കട്ടെ എന്തെങ്കിലും വേറെ വഴിയുണ്ടോ? ശരി ശരി. സിസ്റ്റർ അയച്ചിട്ടുണ്ട്. ഓക്കെ. ഹലോ. ഹലോ, അരുണല്ലേ? യെസ്. എൻ്റെ പേര് ഹരി എന്നാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോഴൊരു 10,000 ക്രെഡിറ്റ് ആയിരുന്നോ? ആ, അതെ യെസ്. നിങ്ങളാണോ പൈസ അയച്ചേ? അതെ, ഞാൻ തന്നെയാണ് അയച്ചത്. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ച കാശാണ്. അവർക്കത് കുടുംബശ്രീയിൽ ലോൺ അടയ്ക്കാനുള്ള കാശാണ്. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളത് തിരിച്ചയച്ചു തരണം. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. ടൈപ്പ് ചെയ്തപ്പോൾ നമ്പർ മാറിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ് ക്യാഷ്. പ്ലീസ് ദയവ് ചെയ്ത് എനിക്കത് തിരിച്ചയച്ചു തരണം. എമർജൻസിയാണ്, പ്ലീസ്. അതെ ചേട്ടാ, ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് റോഡിൽ ആക്സിഡൻറ്റ് നടന്നിരുന്നു. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത് ഒന്നും നോക്കാതെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടിയേ പറ്റുള്ളൂ. എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ പണത്തിന് വേണ്ടി എൻ്റെ ഫ്രണ്ട്സിനെ കുറേ പേരെ വിളിച്ചിരുന്നു. അവരാരെങ്കിലും ആയിരിക്കും ഈ പണം അയച്ചെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അടച്ചത്. ഇനിയും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇങ്ങോട്ട് പോരും. ഞാൻ ഹോസ്പിറ്റലിന് അഡ്രസ്സ് അയച്ചു തരാം. അല്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് വരാൻ തന്നെ നിൽക്കുവാണ്. ആ, ഓക്കെ, ശരി, വന്നോളൂ.
ഉണ്ണി നീ എവിടെയാ? എനിക്ക് കുടുംബശ്രീയിലേക്ക് ഹരി പൈസ ഇട്ട് തന്നില്ലല്ലോ. എനിക്ക് കുടുംബശ്രീയിലേക്ക് പോകാൻ നേരായി. പൈസ വന്നില്ലല്ലോ. ഹലോ, എടാ കോപ്പേ, നീ 6:30 കാലിന് അടയ്ക്കടാ ഈ പൈസ അയച്ചത്. എടാ ഇതെൻ്റെ അമ്മയ്ക്ക് പൈസ കിട്ടിയിട്ടില്ല, കുടുംബശ്രീയിൽ പൈസ അടയ്ക്കേണ്ടതാ. എടാ നീ പൈസ അയച്ചില്ലെങ്കിൽ എനിക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല. ഒന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്യടാ. എടാ ഉണ്ണി, ആകെ പുലിവാലാണ്. ഞാൻ നിൻ്റെ അമ്മയ്ക്ക് അയച്ച പൈസ വേറൊരു അക്കൗണ്ടിൽ പോയി കയറി. അവനാണെങ്കിൽ പല കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ഹോസ്പിറ്റലിലാണ്, ആക്സിഡൻ്റ് ആയിട്ട് ആരോ കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കത് അവിടെ പോയി തന്നെ കാണാം. കാരണം ഇത് നിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണെന്ന് തന്നെ കറക്റ്റായി വന്നതന്നെ. ടൈപ്പ് ചെയ്തപ്പോൾ നമ്പർ മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഈ പൈസ മാറിപ്പോയത്. നീ ഒന്ന് വിശ്വസിക്ക്. എനിക്ക് നിൻ്റെ ഒരു കോപ്പും കേൾക്കണ്ട. ഞാൻ അങ്ങോട്ടേക്ക് വരാം. നീ എവിടെയുള്ളത്? നീ ഇങ്ങോട്ട് വാ, ഞാൻ നിൻ്റെ വീട്ടിലെടുത്തിട്ട്. എന്തുവാടാ അത്? ആകെ പ്രശ്നമാണ്. നമുക്ക് പിടിക്കാവനെ. വാക്ക്. വാ കേറ്. പൈസ കളഞ്ഞിട്ടില്ല കളിയാതെ. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പല കഥയാണ് പറയണേ. ആ വണ്ടി ഇടറാ, കാണിച്ചു തരാം. അരുണല്ലേ? അതെ. എടാ മോനെ, കൂടുതലൊന്നും സംസാരിക്കാനില്ല. എൻ്റെ കാശ് എനിക്ക് കിട്ടണം. ഇവൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ച പൈസയാണ് നിനക്ക് കിട്ടിയത്. ഇവൻ്റെ അമ്മയ്ക്ക് അത് കുടുംബശ്രീയിൽ ലോൺ അടയ്ക്കാനുള്ള പൈസയാണ്. ചേട്ടാ, അത് നിങ്ങളുടെ കാശ് തന്നെ ആയിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ തരാനില്ല. ഇനി ഒരേ ഒരു മാർഗം, ഈ അമ്മയ്ക്ക് ബോധം വന്നാൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ മേടിച്ച് തരാം. അല്ലാതെ വേറെ രക്ഷയില്ല. നീ ഇത്ര തണ്ടപ്പെടാൻ നിൻ്റെ തള്ളയൊന്നുമല്ലല്ലോ. എൻ്റെ തള്ളയല്ലെങ്കിലും അവരും ഒരു അമ്മയല്ലേ ചേട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ എൻ്റെ പൈസ ക്യാഷ് അയച്ചേ അതേ പറ്റൂ. മതി. ചേട്ടാ, ഞാൻ അതെ. പറഞ്ഞു കേൾക്ക്. ഇവിടെ ഒന്ന് ബഹളം വെക്കരുത്. ഇതൊരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇത് പേഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബാഗാ. അയ്യോ, ഇതെൻ്റെ അമ്മയുടെ ബാഗാണല്ലോ. അമ്മേ, അമ്മേ, എന്ത് പറ്റി അമ്മേ? പേടിക്കണ്ട. കൃത്യസമയത്ത് അമ്മ ഇവിടെ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായില്ലേ. പൈസ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും കഴിഞ്ഞു. സോറി ബ്രോ, എന്നോട് ക്ഷമിക്കും. നിങ്ങളാണ് എൻ്റെ അമ്മയെ രക്ഷിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അപ്പോഴത്തെ എൻ്റെ ഒരു മാനസിക സമ്മർദ്ദത്തിലും ടെൻഷനിലും അങ്ങനെ പെരുമാറിയതാണ്. ഒരു ദൈവദൂതനെ പോലെ വന്ന് എൻ്റെ അമ്മയെ രക്ഷിച്ചത് നിങ്ങളാണ്. ക്ഷമിക്കും. നിങ്ങളുടെ അമ്മയെ രക്ഷിച്ചത് അരുണല്ല, GPay ആണ്, ദ പേയ്മെൻറ്റ് ഓഫ് ഗോഡ്.